ഇടതുമുന്നണി ഭരിക്കുന്ന തിരുവല്ല കുറ്റൂർ സഹകരണ സംഘത്തിൽ ക്രമക്കേടുകളിലൂടെ നഷ്ടമായ തുക തിരികെ പിടിക്കാൻ വകുപ്പ് തല നടപടി. ഭരണസമിതി അംഗങ്ങളിൽ നിന്ന് തുക ഈടാക്കാം എന്നതാണ് ഇപ്പോഴത്തെ തീരുമാനം. പത്തനംതിട്ട ജോയിന്റ് രജിസ്ട്രാറുടെ ഉത്തരവ് ഇക്കാര്യം വ്യക്തമാക്കുന്നുമുണ്ട്. ഭരണസമിതി അംഗങ്ങളായിട്ടുള്ള 13 പേർ, ഒപ്പം പ്രസിഡന്റ്, സെക്രട്ടറി, ഇവർ ലക്ഷങ്ങൾ പിഴയടയ്ക്കണമെന്നാണ് നോട്ടീസ്. 2014 ശേഷം തിരഞ്ഞെടുക്കപ്പെട്ട 2 ഭരണസമിതികളിൽ അംഗങ്ങളായവരും പിഴയുടെ പരിധിയിൽ വരും. 2 ഭരണസമിതിയിലും അംഗങ്ങളായിട്ടുള്ളവർക്ക് 25 ലക്ഷത്തോളം രൂപയും 1 ഭരണസമിതിയിൽ അംഗങ്ങളായവർക്ക് 15 ലക്ഷത്തോളം രൂപയുമാണ് പിഴ നിർദ്ദേശിച്ചിട്ടുള്ളത്. എ ക്ലാസ് ഗ്രേഡിൽപ്പെട്ട ബാങ്കായിരുന്നു. സോ അവിടെ കേന്ദ്ര ഫണ്ട് സ്വമായിട്ടും നല്ല രീതിയിൽ കിട്ടേണ്ടതായിരുന്നു. ആ കൃത്യമായ സമയത്ത് കൊടുക്കാഞ്ഞിട്ട് തുടർന്ന് അവർ ഓഡിറ്റ് ഫലമായി ഈ ബാങ്ക് നഷ്ടത്തിലാണെന്ന് തുടർന്ന് ആ അപേക്ഷ അവർ നിരസിക്കുകയുണ്ടായി. അങ്ങനെ കെടുകാര്യസ്ഥരുടെ മകുടോദാഹരണമാണ് ഇന്ന് ബാങ്ക് കാണുന്ന അഴിമതിയുടെ പ്രധാനപ്പെട്ട കാരണം. അസിസ്റ്റന്റ് രജിസ്ട്രാർ അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് നോട്ടീസ്. 18-നകം പിഴയടയ്ക്കണമെന്നും പരാതിയുള്ളവർ 19-ന് ജോയിന്റ് രജിസ്ട്രാറെ നേരിൽ കണ്ട് വിവരം ധരിപ്പിക്കണമെന്നും നിർദ്ദേശമുണ്ട്. അനധികൃതമായിട്ടുള്ളൊരു കെട്ടിടത്തിലൊരു സ്ഥാപനം എങ്ങനെ നടത്താനായിട്ട് സാധിക്കും? പ്രത്യേകിച്ച് ഒരു ധനകാര്യ സ്ഥാപനം. കോടിക്കണക്കിന് രൂപ ഇവിടുത്തെ സാധാരണപ്പെട്ട ജനങ്ങൾക്ക് നിക്ഷേപമുള്ളത് തിരിച്ചു കൊടുക്കാൻ കിടക്കുന്നു. അങ്ങനെ ഒന്നും തന്നെ നടക്കാത്ത ഒരു സാഹചര്യത്തിൽ ഇവിടുത്തെ ഉദ്യോഗസ്ഥർക്ക് പകുതി ശമ്പളമാണ് ഇപ്പോൾ കൊടുക്കുന്നത്. 2014 മുതൽ ഈ സഹകരണ സംഘം അമ്പേ പരാജയപ്പെട്ടിരിക്കുന്ന ഒരു സ്ഥിതിയിലാണ് നിൽക്കുന്നത്. വിവിധ ഇടപാടുകളിലെ ക്രമക്കേടുകൾ എന്നാണ് നോട്ടീസിൽ പരാമർശിച്ചിട്ടുള്ളത്. എന്നാൽ ക്രമക്കേട് എന്താണെന്നോ നഷ്ടപ്പെട്ട തുക എത്രയാണെന്നോ അധികൃതർ വ്യക്തമാക്കിയിട്ടില്ല. ബാങ്ക് കെട്ടിടം നവീകരിച്ചതിന് സർക്കാർ അനുമതിയില്ലാതെ പണം ചെലവഴിച്ചതാണ് ക്രമക്കേടുകളിൽ പ്രധാനമെന്നാണ് വിവരം. മാതൃഭൂമി ന്യൂസ്, പത്തനംതിട്ട.